ശാരീരിക കൊടുക്കുന്ന അതേ പ്രാധാന്യം മാനസികാരോഗ്യത്തിനും കൊടുക്കണം എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഞാനത് പറയുന്നത് ശരിയാണ്, തുല്യമായ പ്രാധാന്യം കൊടുക്കണം. പക്ഷേ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, നല്ല മസിലൊക്കെ ഉണ്ട്, വളരെ ഫിറ്റാണ്, വളരെ മസ്കുലാർ, നല്ല ഫിറ്റാണ്. പക്ഷേ ആ ആളിന് മാനസികമായി അത്ര ആരോഗ്യമില്ലെന്ന് വെച്ചു. അതായത് ആൾ ഡിപ്രസ്ഡ് ആണെന്നോ അല്ലെങ്കിൽ ആ ആള് ആങ്ഷ്യസ് ആണ്, ആ ആളിനൊരു ആത്മവിശ്വാസമില്ല, ഒന്നും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസമില്ലെങ്കിൽ ഈ ശാരീരിക ആരോഗ്യമെല്ലാം അല്ലേ ഒരു പ്രയോജനമില്ല. ആ കാര്യങ്ങൾ ചെയ്യാതെ ആൾ പിൻവലിഞ്ഞു നിൽക്കും. അതേ സമയത്ത് ശരീരം വളരെ തളർന്ന് അല്ലെങ്കിൽ ക്ഷീണിച്ച് ആരോഗ്യമില്ലാത്തൊരു ആള്, പക്ഷെ മനസ്സുകൊണ്ട് ആള് നല്ല ഉറപ്പ്, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് നടക്കാൻ വയ്യെങ്കിൽ എഴഞ്ഞെങ്കിലും പോയി കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരാളെ പറഞ്ഞു വിട്ടെങ്കിലും കാര്യങ്ങൾ സാധിക്കാം, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ മുമ്പേ നമ്മുടെ ആ ഒരു ഉപമയില്, അതായത് വാഹനത്തിന്റെ ഉപമയിൽ ഞാൻ അതാ പറഞ്ഞത്.